ഹായ് ഓൾ, ഞാൻ 2 ദിവസം മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ എന്തുകൊണ്ട് ഏർണിങ്സ് കുറയുന്നു എന്നതിനെ കുറിച്ചിട്ട്. ഈ ഒരു വീഡിയോ ആണ് പല ആൾക്കാരും കണ്ടിട്ടാണ്, കാണാത്തവർ കാണുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫേസ്ബുക്കിൽ തന്നെ പുതിയ അപ്ഡേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ പിന്നെ നമ്മുടെ വന്നതാണ്. ഇന്നലെ എനിക്ക് അതിന്റെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, സമയക്കുറവുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിന്റെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള പേജിൽ, അതായത് നിങ്ങൾ സെർച്ച് ചെയ്ത് ഞാൻ കാണാൻ സാധിക്കും, ഫേസ്ബുക്ക് ഫോർ ക്രിയേറ്റേഴ്സ് എന്നുള്ള ഈ പേജ് നിങ്ങൾ ഫേസ്ബുക്കിന്റെ ക്രിയേറ്റർമാർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേജാണ്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിന്റെ പേജിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ ഒരു ദിവസം മുമ്പേ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ ഇന്നലെ അവർ അപ്ഡേറ്റ് ചെയ്തതാണ്. അവിടെ പല പോസ്റ്ററും ഉണ്ട്, അതായത് 5 പോസ്റ്റർ അവർ ഇന്നലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 5 പോസ്റ്ററിലും നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളും നമ്മൾ ഫേസ്ബുക്കിനോട് ചോദിക്കുന്നു, അതിന് ആൻസർ പറയുന്നു എന്ന രീതിയിൽ ഫേസ്ബുക്ക് തന്നെ പോസ്റ്റർ അപ്ലോഡ് ചെയ്തിട്ട് അയച്ചിട്ടുണ്ട്. യുവർ ടോപ്പ് ക്വസ്റ്റ്യൻസ് അബൌട്ട് കണ്ടന്റ് മോണിറ്റൈസേഷൻ ആൻസേർഡ്. ടോപ്പ് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പ് ക്വസ്റ്റ്യന് ഫേസ്ബുക്ക് തന്നെ സെർച്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾക്ക് ഇവിടെ പോസ്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡു ഐ ആക്ച്വലി ഗെറ്റ് പെയ്ഡ്, ഇസ് ഇറ്റ് പെർ വ്യൂ? എങ്ങനെയാണ് നമ്മളുടെ കണ്ടന്റ് നമുക്ക് ഏർണിങ്സ് ലഭിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ ഫേസ്ബുക്കിന്റെ ആൻസർ, യുവർ ഏൺ ഫ്രം ക്വാളിഫൈഡ് വ്യൂസ്. ഓൺലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യൂസിന് മാത്രമായിരിക്കും നമുക്ക് ഏർണിങ്സ് ലഭിക്കുന്നത്. ക്വാളിഫൈഡ് അല്ലാത്ത വ്യൂസിന് നമുക്ക് ഏർണിങ്സ് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല എന്നാണ് ഇതിൽ കൊടുക്കുന്നത്. പിന്നെ വിച്ച് മീൻസ് നോട്ട് എ വെരി പ്ലേ കൗണ്ട് ടുവേർഡ് യുവർ പേ ഔട്ട്. പല ആൾക്കാരും നിങ്ങളുടെ റീല് കാണുന്നുണ്ടെങ്കിലും ആ കാണുന്ന എല്ലാ വ്യൂസിനും നിങ്ങൾക്ക് ഏർണിങ്സ് ലഭിക്കണമെന്നില്ല. മെറ്റ എക്സ്ക്ലൂസ് റിപ്പീറ്റ് വ്യൂ ഫ്രം ദ സെയിം പേഴ്സൺസ് വ്യൂ ഓൺ കണ്ടന്റ് ദാറ്റ് വയലേറ്റ്സ് മോണിറ്റൈസേഷൻ പോളിസീസ് ആൻഡ് ഷോർട്ട് ലൂപ്സ് വ്യൂസ്. അതായത് ഒരേ ഒരാൾ തന്നെ നിങ്ങളുടെ വീഡിയോ കണ്ടിന്യൂ കാണുന്നുണ്ടെങ്കിലും അതിൽ ഒറ്റൊരു പ്ലേ ചെയ്തിട്ടുള്ള റീൽസിനായിരിക്കും അവർ കൗണ്ടായിട്ട് കൂട്ടുന്നത്. ബാക്കി 8, 9, 10 പ്രാവശ്യം ഒരാൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ബാക്കി 9 പ്രാവശ്യം അതിന്റെ ഏർണിങ്സോ കാര്യങ്ങളൊന്നും കിട്ടില്ല. അയാൾ ഫസ്റ്റ് ക്ലിക്ക് ചെയ്ത ഒറ്റ വ്യൂസിന് മാത്രമായിരിക്കും ഏർണിങ്സ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് വരുന്ന നമ്മളെ വീഡിയോസ് ഉണ്ടെങ്കിൽ ആ സ്ക്രോള് പെട്ടെന്നൊരു ഘട്ടത്തിൽ നമ്മുടെ ഫ്രണ്ടിൽ 1-2 സെക്കൻഡ് നമുക്ക് കാണും, പക്ഷെ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നില്ല, നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് മുകളിലേക്ക് തള്ളി കളഞ്ഞ്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസിനൊന്നും അങ്ങനെയുള്ള റീൽസിനൊന്നും നമുക്ക് ഏർണിങ്സ് കിട്ടാനുള്ള സാധ്യതയില്ല എന്നാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ there's no fixed rate per view or like paid really come down to a mix of content originality which at time watch time and the quality of your engagement. അതായത് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു റേറ്റ് ഒന്നുമില്ല നിങ്ങളുടെ പെർ വ്യൂവിന്. നിങ്ങളുടെ ഒറിജിനാലിറ്റി, അതുപോലെ തന്നെ വാച്ച് ടൈം ആൻഡ് ക്വാളിറ്റി ഓഫ് യുവർ എൻഗേജ്മെന്റ്, എത്രത്തോളം നിങ്ങളുടെ റീല് പിന്നെ ഒറിജിനാലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം ടൈം ആൾക്കാർ വാച്ച് ചെയ്യുന്നു, എത്രത്തോളം എൻഗേജ്മെന്റ് കിട്ടുന്നു, അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഏർണിങ്സ് ലഭിക്കാനുള്ള സാധ്യത കൂടുന്നത്. പിന്നെ അതിന്റെ അടുത്ത പോസ്റ്ററിൽ വാട്ട് കണ്ടന്റ് ഈസ് എലിജിബിൾ ടു ഏൺ, ഏത് കണ്ടന്റ് ആണ് നമ്മൾക്ക് എലിജിബിൾ ആയിട്ട് വരുന്നത് നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ. അതിൽ ഇമ്പോർട്ടൻ്റ് ഇതിൽ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് പബ്ലിക് റീൽസ്, ഫോട്ടോസ്, സ്റ്റോറീസ് ആൻഡ് ടെക്സ്റ്റ് പോസ്റ്റ് ആൻഡ് കോംപ്ലി വിത്ത് ഫേസ്ബുക്സ് കണ്ടന്റ് ആൻഡ് പാർട്ട്ണർ മോണിറ്റൈസേഷൻ പോളിസി ക്യാൻ ഏൺ. അതിൽ റീൽസും പെട്ട്, ഫോട്ടോയും പെട്ട്, സ്റ്റോറിയും പെട്ട്, അതിന്റെ ടെക്സ്റ്റ് പോസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പിലുള്ള കണ്ടന്റും നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ റീൽസ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 10 സെക്കൻഡ്, 10 സെക്കൻഡെങ്കിലും റീൽസ് ഉണ്ടാവണം എന്നാണ് ഫേസ്ബുക്ക് പറയുന്നത്. സ്റ്റോറീസ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 5 സെക്കൻഡ്, 5 സെക്കൻഡെങ്കിലും നിങ്ങളുടെ സ്റ്റോറി ഉണ്ടാവണം. സ്റ്റോറിയിലുള്ള ഏർണിങ്സ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എൻഗേജ്മെന്റ് മസ്റ്റ് ബി ഒതന്റിക്. ഇത് എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ പുറത്തൊരാൾക്ക് വ്യൂസ് കൂട്ടാനും അതുപോലെ തന്നെ റീച്ച് കൂട്ടാനും നമ്മളുടെ ഫോളോവേഴ്സിനെ കൂട്ടാനും ലൈക്ക് കൂട്ടാനും കമന്റ് കൂട്ടാനൊക്കെ പല ആൾക്കാരും പലതരത്തിലുള്ള പരസ്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ അവരെ നിങ്ങൾ ഫേസ്ബുക്ക് ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഓതന്റിക് എൻഗേജ്മെന്റ്. ഏതെങ്കിലും പിന്നെ നമ്മളെ ഫേസ്ബുക്കിലല്ലാതെ അവര് വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ എൻഗേജ്മെന്റ് കൂട്ടുമ്പോൾ അത് ഫേസ്ബുക്കിനൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. മുമ്പത്തെ പോലെയുള്ള ഇപ്പോൾ ഫുള്ള് AI അണ്ടറിലായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇല്ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫേസ്ബുക്കിനും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിനും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒറിജിനലായിട്ട് നിങ്ങളുടെ കണ്ടന്റ് വെച്ചിട്ട് മാത്രം നിങ്ങൾ പരമാവധി നിങ്ങളുടെ കണ്ടന്റിന്റെ ക്വാളിറ്റി കൂട്ടിയിട്ട് നിങ്ങൾ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ള തേർഡ് പാർട്ട് ആപ്ലിക്കേഷനിലൊന്നും നിങ്ങൾ പെട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഫാക്ടേഴ്സ് മേ ഇമ്പാക്ട് മൈ ഏർണിങ്സ്. അതായത് ഏർണിങ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. അതിൽ വാട്ട് ടൈം ഫസ്റ്റത്തെയാണ് വാച്ച് ടൈം. മോർ വാച്ച് ടൈം ക്യാൻ മീൻ ഹയർ പേ ഔട്ട്. അതായത് എത്രത്തോളം
നമ്മളുടെ റീല് ആൾക്കാർ കാണുന്നു, അതായത് ഒരു മിനിറ്റിന്റെ റീലാണെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ഏണിങ്സ് കൂടുതൽ കിട്ടാനുള്ള സാധ്യത കൂടും. എത്രത്തോളം കുറവ് കാണുന്നു അതിനനുസരിച്ചിട്ട് ഏണിങ്സ് കുറയാനുള്ള സാധ്യത കൂടും. പിന്നെ എക്സ്പെരിമെന്റ് വിത്ത് ഡിഫറെന്റ് ലെങ്ത് ടു ഫൈൻഡ് യുവർ സ്വീറ്റ് സ്പോട്ട് ഓഫ് ക്വാളിഫൈഡ് വ്യൂസ് ആൻഡ് വാച്ച് ടൈം. നിങ്ങൾ എന്തെങ്കിലും ഒരു ടിപ്സ് അതിൽ കൊടുക്കുക, എന്തെങ്കിലും ഒരു ട്രിക്ക് അതിൽ കൊടുക്കുക. കൂടുതൽ ടൈം ആൾക്കാർ നിങ്ങളുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സസ്പെൻഡ് ഫസ്റ്റ് ഫ്രണ്ട് ഭാഗത്ത് എന്തെങ്കിലും അതായത് ഒരു ബാക്കിൽ ഒരു നല്ലൊരു സംഭവം വരാനുണ്ട് എന്നുള്ളൊരു ധാരണയിൽ എന്തെങ്കിലും ട്രിക്ക് നിങ്ങളുടെ വീഡിയോയുടെ ഫ്രണ്ട് ഭാഗത്ത് വെച്ച് കൊടുക്കണം. ഉദാഹരണത്തിന് ഒരു ചിക്കൻ കറി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചിക്കൻ കറി വെച്ചതിന് ശേഷമുള്ള സീന് ചെറുങ്ങനെ ഫസ്റ്റ് മുകളിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷമായിരിക്കണം നിങ്ങൾ ഈ ചിക്കൻ കറി വെക്കുന്ന സീനും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. അതായത് ആ സംഭവം കാണണം, കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഇരിക്കും എന്താണ് ഇതിലെന്തോ സ്പെഷ്യൽ ഉണ്ട് കാര്യമായിട്ട് എന്തോ ഉണ്ട് എന്നുള്ളൊരു ധാരണയിൽ ആൾക്കാർ ഇത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേ സമയത്ത് നിങ്ങൾ ഫസ്റ്റ് തന്നെ തുടക്കത്തിൽ ചിക്കൻ കറി വെക്കുന്നിട്ട് ഉള്ളിയും തക്കാളിയും പച്ചവളം ഇങ്ങനെ മുറിച്ചിടുന്ന സീനാണെന്നുണ്ടെങ്കിൽ ഈ ഇതെന്ത് നമ്മളെല്ലാവരും വീട്ടിൽ വെക്കുന്ന രീതിയല്ല എന്നുള്ള ധാരണയിൽ അവരെ സ്കിപ്പ് ചെയ്തിട്ട് പോകും. അപ്പോൾ അവിടെ നമ്മൾ ട്രിക്ക് നമ്മൾ ഉപയോഗിക്കണം. പിന്നെ ഇതിൽ തന്നെ രണ്ടാമത്തത് നമ്മൾ കൊടുക്കേണ്ട പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ശ്രദ്ധിക്കേണ്ടത് ക്വാളിറ്റി ആൻഡ് ഒറിജിനാലിറ്റി. നല്ലൊരു ക്വാളിറ്റി ഉണ്ടാകും, നല്ലൊരു ക്ലാരിറ്റി ഉള്ള ക്യാമറ ആയിരിക്കണം. നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ക്യാമറ വേണമെന്നില്ല, നല്ല വലിയ ഹൈ ലെവൽ ഫോണും വേണമെന്നില്ല, അത്യാവശ്യം ക്ലാരിറ്റിയുള്ള ഏരിയയിൽ നല്ല വെളിച്ചത്തിൽ നല്ല ഔട്ട്സൈഡിലെ വെളിച്ചത്തിൽ സൂര്യപ്രകാശത്തിൽ നല്ല വീടിന്റെ പുറത്ത് തന്നെ പോയി കഴിഞ്ഞാൽ പകൽ സമയത്ത് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അപ്പൊ അങ്ങനെ നിങ്ങൾ വീഡിയോയുടെ ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഒറിജിനാലിറ്റി, നിങ്ങളുടെ വോയിസ് നിങ്ങളുടെ വീഡിയോ മറ്റുള്ളവരുടെ എടുക്കാണ്ട് അത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കണ്ടന്റ് ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഏണിങ്സ് കൂടാനുള്ള മാർഗങ്ങളുണ്ടാവും. പിന്നെ എൻഗേജ്മെന്റ്, അത് ഞാൻ പറഞ്ഞ തന്നെ ഈ ലൈക്ക് കമന്റ് കാര്യങ്ങളൊക്കെ കൂടുതൽ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ തിരിച്ച് കമന്റ് വരുമ്പോൾ അതിന് കമന്റ് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈക്ക് വരുമ്പോൾ നിങ്ങൾ തിരിച്ച് അങ്ങോട്ടും ലൈക്ക് ചെയ്ത് കൊടുക്കാം അവരുടെ അക്കൗണ്ടിൽ കയറിയിട്ട്. അതുപോലെ തന്നെ ഷെയർ, ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ എൻഗേജ്മെന്റ് കൂടുന്നത്. അപ്പോൾ ഇതൊക്കെ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. പിന്നെ ഗ്ലോബൽ റീച്ച്, ഏണിങ്സ് വെരി ബൈ ദ റീജിയൻ യുവർ വ്യൂവേഴ്സ് ആർ ഇൻ. അതായത് പല കൺട്രികളിലെയും കാഴ്ചക്കാരുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഏണിങ്സ് കൂടുന്നത്. അതായത് നമ്മളുടെ വീഡിയോ ഇവിടെ കാഴ്ചക്കാർ കൂടുതലും ഇപ്പൊ ഔട്ട്സൈഡ്, അതായത് UK അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഡോളർ കണക്കിനാണ് നമുക്ക് പരസ്യത്തിലുള്ള വരുമാനം ലഭിക്കുന്നത്. ഇന്ത്യയിൽ രൂപയുടെ കണക്കിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ കൺട്രിയും തരംതിരിച്ചിട്ടായിരിക്കും നമുക്ക് ഏണിങ്സ് കൂടുന്നതും കുറയുന്നതും. അപ്പോൾ ആ ഒരു കാര്യം നമ്മളുടെ ഫേസ്ബുക്കിന്റെ ഏണിങ്സിനെ ബാധിക്കുന്നുണ്ട്. അത് പല ആൾക്കാർക്ക് അറിയില്ല. അതിപ്പോ ഫേസ്ബുക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗ്ലോബൽ റീച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഔട്ട്സൈഡിൽ എല്ലാവർക്കും പിന്നെ ആസ്വദിക്കാൻ പറ്റുന്ന വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ നാലാമത്തെ ഏറ്റവും ലാസ്റ്റത്തെ പോസ്റ്ററിൽ കാണുന്നതാണ് നമുക്ക് വാട്ട് ടൈപ്പ് ഓഫ് കണ്ടന്റ് ഈസ് ഇൻ എലിജിബിൾ ഫോർ മോണിറ്റൈസേഷൻ. എലിജിബിൾ അല്ലാത്ത കണ്ടന്റ് എന്തൊക്കെയാണ് എന്ന് ഫേസ്ബുക്ക് ഇതിൽ കാണിക്കുന്നത്. അതിന്റെ ആൻസർ ഇതിൽ കൊടുത്തിരിക്കുന്ന കണ്ടന്റ് വിത്ത് കോപ്പിറൈറ്റ് ക്ലെയിം അഗെയിൻസ്റ്റ് ഇറ്റ്. കോപ്പിറൈറ്റ് ക്ലെയിം വന്നിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഏണിങ്സ് ലഭിക്കൂല. രണ്ടാമത്തെ ടോപ്പിക് ആണ് ബ്രാൻഡഡ് കണ്ടന്റ്. ഒറ്റൊരു ടീമുമായിട്ട് നമ്മൾ പാർട്ട്ണർഷിപ്പായിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഏണിങ്സ് ലഭിക്കാനുള്ള സാധ്യതയില്ല. മൂന്നാമത്തെ മാറ്ററാണ് അൺസപ്പോർട്ടഡ് ലാംഗ്വേജ്. ഫേസ്ബുക്കിൽ കൊടുക്കാത്ത ലാംഗ്വേജ് ഉണ്ട്, പല ലാംഗ്വേജ്. അതിൽ ഇപ്പോൾ നമ്മളുടെ പിന്നെ ഇപ്പോൾ കാസർഗോഡ് കഴിഞ്ഞു കഴിഞ്ഞാല് കർണാടകത്തിൽ ഈ കാസർഗോഡ് പിന്നെ ഈ മംഗലാപുരത്തിന്റെ ഇടയിൽ പലതരത്തിലുള്ള ലാംഗ്വേജ് ഉണ്ട്. മലയാളം അല്ല, കന്നഡയും അല്ലാത്ത ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ ഉൾപ്പെടാത്ത പല തരത്തിലുള്ള ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അതിലും നമുക്ക് ഏണിങ്സ് ലഭിക്കാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ ഇന്ത്യയിലെ ഒട്ടുമിക്ക ലാംഗ്വേജും ഇതിൽ ആഡാണ്, ഫേസ്ബുക്കിൽ ആഡാണ്. പക്ഷെ ഇതിൽ ഫേസ്ബുക്കിൽ കൊടുക്കാത്ത ലാംഗ്വേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ പിന്നെ നമുക്ക് ഏണിങ്സ് ലഭിക്കാനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ വെറും റിയാക്ഷൻ, ഫേസ്ബുക്കിൽ സംസാരമോ കാര്യമൊന്നുമില്ല, വെറും മൗനം മാത്രമാണെങ്കിൽ അതിന് നമുക്ക് ഏണിങ്സ് ലഭിക്കാനുള്ള സാധ്യതയില്ല എന്ന് ഇതിൽ കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വ്യൂവേഴ്സ് ഓൺ ക്രോസ് പോസ്റ്റഡ് കണ്ടന്റ് ഫ്രം അനദർ FB പേജ് യു ഡോണ്ട് ഓൺ ഓർ മാനേജ്. അപ്പൊ നമ്മളുടെ പേജല്ല, നമ്മളുടെ പ്രൊഫൈലല്ല, നമ്മളുടെ വീഡിയോ വേറൊരാൾ എടുത്തിട്ട് അവർ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏണിങ്സോ കാര്യങ്ങളോ ഒന്നും ലഭിക്കില്ല. അത് ഓൾറെഡി കോപ്പിറൈറ്റ് ആയിട്ടും വരും. പിന്നെ അഞ്ചാമത്തെ ടോപ്പിക് എന്നതിൽ ബൂസ്റ്റഡ് പോസ്റ്റ്. നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഫേസ്ബുക്കിന് തന്നെ ക്യാഷ് കൊടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ,
അപ്പൊ അതിന് നമുക്ക് ഏണിങ്സ് ലഭിക്കാനുള്ള സാധ്യതയില്ല. ആറാമത്തതാണ് ഡിലേറ്റഡ് പോസ്റ്റ്. നമ്മളൊരു വീഡിയോ റീല് ഡിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏണിങ്സ് ലഭിക്കാനുള്ള സാധ്യതയില്ല. ഏഴാമത് കണ്ടന്റ് വിത്ത് ആഡ്സ് ഡിസേബിൾഡ് ബൈ യു. അതായത് നമ്മുടെ മോണിറ്റൈസേഷൻ സെക്ഷനിൽ പിന്നെ ഈ CM ടൂളിന്റെ സെക്ഷനിൽ പോയിട്ട് ആഡ്സിന്റെ ആ ഒരു ഭാഗമുണ്ട് സെറ്റിങ്സിൽ, അത് ഓഫാക്കി വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഏണിങ്സ് ലഭിക്കാനുള്ള സാധ്യതയില്ല. അതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അതവിടെ എപ്പോഴും ഓണിൽ തന്നെ ആയിരിക്കണം. പിന്നെ ലാസ്റ്റത്തെ മാറ്റർ എന്നതിൽ കണ്ടന്റ് വിത്ത് ഇൻ ഓതന്റിക് എൻഗേജ്മെന്റ്. അതാ ഞാൻ പറഞ്ഞത് തേർഡ് പാർട്ട് ആപ്പിലൂടെ പല ആൾക്കാരും പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ലൈക്ക് നമ്മൾ വാരിക്കോരി തരാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോളോവേഴ്സിന് വാരിക്കോരി തരാം, നിങ്ങൾ ഇത്ര പേയ്മെന്റ് തന്നാൽ മതി. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അതിന്റെ പരസ്യങ്ങളുണ്ട്, നിങ്ങൾ ഒരിക്കലും പെട്ടുപോകരുത്. അങ്ങനെയുള്ള പരസ്യങ്ങളിലൊക്കെ ക്യാഷ് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവര് ചെയ്തു തന്നേക്കാം. ബൈ ചാൻസ് ഫേസ്ബുക്കിന്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അക്കൗണ്ട് തന്നെ എപ്പോഴത്തേക്കും ഡിസേബിൾ ആവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് അക്കൗണ്ട് തിരിച്ചു കിട്ടൂല. ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധ വേണം. മുമ്പത്തെ പോലെ ഒന്നല്ല, ഇപ്പൊ എല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കുന്നുണ്ട് AI-ന്റെ അണ്ടറിലായതുകൊണ്ട്. അതുകൊണ്ട് ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.